എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കൊണ്ട് നമ്മുടെ കരളിലുണ്ടാകുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. Causes: immune cells of the body affecting liver, liver damages from alcohol or poison, medicines overdose. കാരണങ്ങൾ: ശരീരത്തിലെ കരളിനെ ആക്രമിക്കുന്ന രോഗപ്രതിരോധ കോശങ്ങൾ, പുകവലിയും മദ്യപാനവും മൂലമുള്ള കരൾ തകരാർ, ഫാറ്റി ലിവർ തുടങ്ങിയ കരൾ രോഗങ്ങൾ, ബാക്ടീരിയ, വൈറസ് എന്നിവയിൽ നിന്നുള്ള അണുബാധ. Risk factors for hepatitis B: sharing needles, unprotected sex, blood transfusion, sharing personal items, tattoos. അപായങ്ങൾ: ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. പച്ചില കിട്ടുമ്പോൾ ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. ഒരാൾ ഉപയോഗിച്ച സാധനങ്ങൾ വേറൊരാൾ ഉപയോഗിക്കുമ്പോൾ ഇത് പടരാൻ സാധ്യതയുണ്ട്. വൈറസ് നമ്മുടെ ബ്ലഡിൽ വൈറസിന്റെ പ്രസൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിജൻ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആന്റിബോഡീസ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബിന്റെ എതിരെയുള്ള ഇമ്മ്യൂണിറ്റി പവർ വാക്സിനേഷനോട് നമുക്ക് കിട്ടും. അതാണ് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. തേർഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ HPV DNA. HPV DNA we have to measure the blood and we have to go for the treatment management. എത്രത്തോളം ബ്ലഡിൽ വൈറസിന്റെ എമൗണ്ട് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റ്. We have to evaluate the liver functioning and fibrosis. ലിവറിന്റെ എന്തെങ്കിലും kinds of damages or fibrosis ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ്. And the last one is the imaging studies. This can be either done by the MRI, CT scans അല്ലെങ്കിൽ ultrasound. ഇതിലൂടെ ലിവറിന്റെ എന്തെങ്കിലും types of damages or functioning malfunction ഉണ്ടെന്ന് അറിയാൻ പറ്റും. Symptoms of hepatitis B: nausea, vomiting, jaundice, pain in abdomen, tiredness, dark blood. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ലക്ഷണങ്ങൾ: ഓക്കാനം, ഛർദ്ദൽ, മഞ്ഞപ്പിത്തം, വയറുവേദന, ക്ഷീണം, ഇരുണ്ട പോക്ക്. Management of hepatitis B: dietary, fruits and vegetables, all grains, healthy fats. On medical, 2 types: acute hepatitis B and chronic hepatitis B. Treatment: antiviral medications, interferon therapy, liver transplantation. രോഗനിർണയവും ചികിത്സയും: ആഹാര ക്രമീകരണങ്ങൾ, എപ്പോഴും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും, ധാന്യങ്ങൾ, നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം. ഇതിൻ്റെ മെഡിക്കലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് വരുന്നത്. തീവ്ര കരൾ രോഗവും കഠിന കരൾ രോഗവുമാണ് വരുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിനെതിരെയായിട്ടുള്ള മരുന്നുകൾ കഴിക്കാം. ഇന്റർഫെറൻസ് തെറാപ്പി ഉണ്ട്. പിന്നെ കരൾ മാറ്റിവെക്കുക. ഇതൊക്കെയാണ് ഇതിന് പ്രതിരോധമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. Avoid spreading, limit alcohol consumption, avoid contact with vulnerable, follow the rules of personal hygiene, vaccination. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെ തടയാം? അണുവിമുക്തമായ സിറിഞ്ച് ഉപയോഗിക്കുക, വാക്സിനേഷൻ എടുക്കുക, സമ്മർദ്ദം ഒഴിവാക്കുക, ശരീര ദ്രവങ്ങളുമായിട്ടുള്ള സമ്മർദ്ദം ഒഴിവാക്കുക, സൂചികൾ പങ്കിടുക. കോംപ്ലിക്കേഷൻ ഓഫ് ഹെപ്പറ്റൈറ്റിസ്: ക്രോണിക് ഇൻഫെക്ഷൻ, ലിവർ ക്യാൻസർ, ലിവർ ഫെയിലിയർ, ലിവർ സിറോസിസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് കോൺവെർസേഷൻ. ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ടുള്ള പ്രശ്നങ്ങൾ: വിട്ടുമാറാത്ത അണുക്കൾ, കരളിൻ്റെ പ്രവർത്തനമില്ലായ്മ, കരളിൽ വരുന്നൊരു ക്യാൻസർ. താങ്ക് യു.